السلام عليكم ورحمة الله. جبران خليل جبران كاتب وشاعر ورسام وفنان. ജുബ്രാൻ അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, ഒരു കവിയാണ്, ഒരു വരക്കണ ആളാണ്. ഫന്നാൻ ഒരു ആർട്ടിസ്റ്റാണ്. ഓക്കെ, കലാപരമായി കഴിവുള്ള ആളാണ്. വുലിദ ഫി ഉസ്രത്തിൻ മസീഹിയ മാറൂനിയ. അദ്ദേഹം ഒരു മാറൂനിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഫിൽ യോമി സാദിസ് മിൻ ഷഹരി യനായിർ 1883 മീലാദിയ. 1883 ജനുവരി മാസം 6-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. ഫി കറിയത്തിൽ ലുബനാനിയ, ലുബനാൻ എന്ന ഗ്രാമത്തിൽ. ഇസ്മുഹ ബുഷ്ര. ആ ഗ്രാമത്തിന്റെ പേര് എന്താണ്? ബുഷ്ര എന്നുള്ളതാണ്. തഖഉ ഫി ഷിമാൽ ലുബ്നാൻ, ലുബ്നാന്റെ ഷിമാൽ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. വനശഅ ഫി അഹ്ലാനിൽ ഫഖർ. അദ്ദേഹം ഒരു ദാരിദ്ര്യത്തിന്റെ മടിത്തട്ടിലുകളിലായിട്ടാണ് അദ്ദേഹം വളർന്നു വന്നത്. വതറദ്ദദ ഇലാ മദ്രസത്തി ഖറിയത്തി മിസ്ല സാഇരിൽ ഫിത്തിയാൻ. അദ്ദേഹം അവിടെയുള്ള ബാക്കിയുള്ള എന്താണ് കുട്ടികളെ പോലെ തന്നെ അദ്ദേഹം മദ്രസയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ പോയിട്ടുണ്ട്. വക്കാന മയ്യാലൻ മുൻദു നുഊമത്തി അൽഫാരിഹി ഇല റസ്മി വതഹറുർ ഷഖ്സി. വക്കാന മയ്യാലൻ, അദ്ദേഹം വളരെ അധികം ചായ്വുള്ള ആളായിരുന്നു. മുൻദു നുഊമത്തി അൽഫാരി, അദ്ദേഹത്തിന്റെ നഖത്തിന്റെ നൈർമല്യ കാലം മുതൽ, അതായത് അദ്ദേഹത്തിന്റെ അത്രയും കുട്ടിപ്രായത്തിൽ എന്നാണ് അർത്ഥം. ഇല റസ്മി, വരയോടും. ഇവിടെ തെഹറുർ ഷഖ്സി എന്ന് അർത്ഥം പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യം എന്നാണ് അതിന്റെ കറക്റ്റ് അർത്ഥം. പക്ഷേ ഇത് ചിലപ്പം പ്രിന്റ് മിസ്റ്റേക്ക് ആവാനും സാധ്യതയുണ്ട്. ഒരു പക്ഷേ തെഹരീറു ഷഖ്സി എന്നായിരിക്കും, വ്യക്തി എഡിറ്റിംഗ് എന്നാവാൻ സാധ്യത കൂടുതലാണ്. കാരണം ജുബ്രാൻ ഖലീൽ ജുബ്രാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്ത ഒരാളാണ്, തെഹരീർ ചെയ്ത ഒരാളാണ്. എന്ന് മാത്രമല്ല, റാബിത്തത്തുൽ ഖലമിയ ഒക്കെ വളരെ, അതുകൊണ്ട് തന്നെ തെഹരീർ ആവാനും സാധ്യതയുണ്ട്. പ്രിന്റ് മിസ്റ്റേക്ക് ആണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ കറക്റ്റ് തെഹറൂർ എന്ന് തന്നെ ശ്രദ്ധ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം എന്നാണ് അതിന്റെ അർത്ഥം. ഏതായാലും അത് നിങ്ങൾ സെർച്ച് ചെയ്യാം. വക്കാന ഫി സിന്നി സാനിയത്തി അഷ്റ, 12-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇന്ദമ ഹാജറ മഅ ആയിലത്തിഹി, അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹം പാലായനം ചെയ്തു. ഇലാ ബൂസ്റ്റൻ, ബൂസ്റ്റൻ എന്ന സ്ഥലത്തേക്ക്. ഫി വിലായത്തിൽ മുത്തഹിദ അമേരിക്ക, അമേരിക്കയിലെ ഒരു സ്ഥലമാണ് ബൂസ്റ്റൻ. ആം 1895 ആണ് മീലാദിയ. അഖാമ ഫി ഹയ്യി സുനീൻ അൽ ഫഖീർ, അവിടെ ഹയ്യി സുനീൻ അൽ ഫഖീർ എന്ന സ്ഥലത്ത് അദ്ദേഹം താമസിച്ചു. ഹൈസു അൽ അഖൂഹു അൽ അക്ബർ ബത്രസ് ഫിൽ മദ്രസത്തി ലിയതഅല്ലമ ലുഅത്തൽ ഇൻജിലീസിയ. അദ്ദേഹത്തിന്റെ വലിയ സഹോദരൻ അദ്ദേഹത്തെ ഒരു സ്കൂളിൽ ചേർത്തി. എന്തിന്? ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി. സുമ്മ ബഅദ ബിളു അവാം, അങ്ങനെ കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം അആദഹു ഇല ലുബ്നാൻ, അദ്ദേഹം ലുബ്നാനിലേക്ക് മുന്നേ മടങ്ങി. ലിയദ്റുസു ലുഅത്തൽ അറബിയ, അറബി ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട്. ഫി മദ്രസത്തിൽ ഹിക്മ എന്ന മദ്രസയിൽ. ഹൈസു വാസല ദിറാസത്തുഹു, അദ്ദേഹത്തിന്റെ പഠനം അങ്ങനെ കണ്ടിന്യൂഷൻ ചെയ്യുന്ന ആ സമയത്ത് 40 സനവാത്ത്, 4 കൊല്ലമായി ഇങ്ങനെ കണ്ടിന്യൂഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് വലമ ബലഅ ഖബറ തഫ്ഷീൽ മഖ്ലിസുൽ, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു വാർത്ത വരുന്നത്. എന്താണ്? ക്ഷയരോഗ പടർച്ചയുടെ ഒരു വാർത്ത. ബൈന അഫ്രാദി ആയിലത്തിഹി, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അംഗങ്ങൾക്കിടയിൽ. അങ്ങനെ ഒരു വാർത്ത അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ആദ ഇലാ ബൂസ്റ്റൻ, അദ്ദേഹം ബൂസ്റ്റനിലേക്ക് തന്നെ തിരിച്ചു പോന്നു. അപ്പൊ വജദ അന്നൽ മർല, അങ്ങനെ ഈ രോഗം കാനക്കത് ഹസദ ഉഖ്തഹു, അദ്ദേഹത്തിന്റെ സഹോദരിയെ, അദ്ദേഹത്തിന്റെ സഹോദരിയെ അത് കൊയ്തെടുത്തിട്ടുണ്ട്. അതായത് കൊയ്തെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ രോഗം കൊയ്തെടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ രോഗം കൊണ്ട് മരിച്ചു. അസ്സഈറ സുൽത്താന, അവരുടെ പേര് സുൽത്താന എന്നാണ്. അവരുടെ ചെറിയ സഹോദരിയാണ് സുൽത്താന. ജുബ്രാന്റെ ചെറിയ സഹോദരിയാണ് സുൽത്താന. ഈ രോഗം കാരണം അവർ മരണപ്പെട്ടു. വബഅദ ആമിൻ, ഒരു വർഷത്തിന് ശേഷം ഫാറഖ്തുഹു ഉമ്മുഹു, അദ്ദേഹത്തിന്റെ ഉമ്മയും അദ്ദേഹത്തെ പിരിഞ്ഞുപോയി.
ഉമ്മ വാജഹ മുസീബത്തൻ കുബ്ര, പിന്നീട് വലിയൊരു വിപത്ത് തന്നെ അദ്ദേഹം അഭിമുഖീകരിക്കുകയുണ്ടായി. ബിമഫാത്തി അഖീഹിൽ കബീർ, അദ്ദേഹത്തിന്റെ വലിയ സഹോദരന്റെ മരണം കൊണ്ട്. ബത്രസ് എന്ന് പറഞ്ഞ സഹോദരൻ, അദ്ദേഹത്തെ മദ്രസ ചേർത്തിയ ബത്രസ്. അല്ലദീ കാന മഈലൻ വഹീദൻ ലിൽ ആയില, അദ്ദേഹമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം, ഏക ഒരു അത്താണി എന്ന് പറഞ്ഞത്. അത്താണിയായിട്ടും ആശ്രയമായിട്ടുണ്ടായിരുന്നത് ബത്രസ് ആയിരുന്നു. ആ ബത്രസിന്റെ മരണം അദ്ദേഹത്തിന് വലിയൊരു വിപത്താണ് വരുത്തിയത്. അപ്പൊ ബഖിയത്ത് ലഹു ഉഖ്തുഹു, അദ്ദേഹത്തിന് ആകെ അവശേഷിച്ചത് ആരാണെന്ന് വെച്ചാൽ ആരാണ്? അദ്ദേഹത്തിന്റെ ഒരു സഹോദരിയാണ്, മരിയാന എന്ന് പറഞ്ഞ സഹോദരി. അല്ലദീ തസ്തഈലു ബിൽ ഇബ്രത്തി വൽ ഖിയാത ലികൈ തുഫിറ ലഹുൽ ഖൂത്ത്, അതായത് ഇദ്ദേഹത്തിന് ഭക്ഷണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഭക്ഷണ കാര്യങ്ങൾ സജ്ജീകരിക്കാൻ വേണ്ടിയിട്ട് ഇവര് തയ്യൽ മെഷീൻ, എന്താണ്, സൂചി കൊണ്ടും നൂല് കൊണ്ടൊക്കെ ഉള്ള തയ്യൽ കാര്യം അതിൽ ഏർപ്പെട്ട് അതിൽ വ്യാപൃതരായി. അങ്ങനെ അവരാണ് പിന്നീട് കുടുംബത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നത്. മരിയാന എന്ന സഹോദരി. ജുബ്രാൻ മുസാവലത്തുൽ കിതാബി വറസ്മി ഫി സിന്നിൽ 20, അദ്ദേഹം 20-ാമത്തെ വയസ്സ് മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കിതാബത്തിലും റസ്മിലും എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം എന്ത് ചെയ്തു? തുടർച്ചയായിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് വന്നിട്ടുണ്ട്, തുടർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ടില്ല, കിതാബത്ത് കണ്ടോ? കിതാബത്ത് എന്നാണ്. അപ്പോൾ അവിടെ തെഹ്രീർ ആവാനാണ് കൂടുതൽ സയൻസ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വൽതഖാഫി മഅറളി മിൻ മആരിളി, അദ്ദേഹം ഒരു എക്സിബിഷനിൽ എന്ത് ചെയ്തു? അദ്ദേഹം കണ്ടുമുട്ടി. ആരെ കണ്ടുമുട്ടി? മാരി ഹാസ്കൽ എന്ന് പറഞ്ഞ ഒരാളെ കണ്ടുമുട്ടുകയാണ്. ഓക്കെ, അപ്പൊ മാരി ഹാസ്കൽ എന്ന് പറഞ്ഞ ഒരാളെ കണ്ടുമുട്ടുകയാണ്. മആരിളു റുസൂമിഹി, അദ്ദേഹത്തിന്റെ ചിത്രവരന്റെ ഒരു എക്സിബിഷനാണ്. അല്ലത്തി സാഹമത്ത് ബിശക്കിലിൻ കബീരിൻ, അവരാണ് വലിയൊരു പങ്ക് വഹിച്ച് അത് കോൺട്രിബ്യൂട്ട് ചെയ്തത്, അതിന് പിന്നെന്ത് ചെയ്തത്? സംഭാവന ചെയ്തത്. ഫി തക്വീനി ശഖ്സിയത്തി, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം രൂപകൽപ്പന ചെയ്യുന്നതിൽ. ലി അന്നഹ, തീർച്ചയായും അവർ, ഫി ആം 1908 എന്ത് ചെയ്തു? ഇല പാരിസ്, പാരീസിലേക്ക് ഇവരെ എന്ത് ചെയ്തു? അവരെ നിയോഗിച്ചു. അലാ നഫഖതിഹ അൽ ഖാസ, അവരുടെ പ്രത്യേക ചെലവിൽ, ഈ മാരി ഹാസ്കലിന്റെ പ്രത്യേകപരമായ ചെലവിൽ പാരീസിലേക്ക് ജുബ്രാനെ പറഞ്ഞയക്കുകയാണ്. ലിയദ്റുസ ഫന്ന റസ്മ്, എന്തിനു വേണ്ടിയിട്ട്? ചിത്രകലയിൽ വളരെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. അല അഷ്ഹറി റസ്സാം, അവിടെയുള്ള ഏറ്റവും വലിയ ഒരു പ്രസിദ്ധനായ ഒരു ചിത്രകാരൻ്റെ അടുത്തേക്ക്. റൂഡാൻ എന്നാണ് അയാളുടെ പേര്. വയതഖസ്സസു ഫീഹി, അങ്ങനെ ജുബ്രാൻ അതിൽ സ്പെഷ്യലൈസ് ചെയ്തു. വബഅദ ഔദതിഹി മിൻ പാരീസ്, അങ്ങനെ പാരീസിൽ നിന്ന് അദ്ദേഹം മടങ്ങിയ ശേഷം ഇൻതഖല ഇലാ ന്യൂയോർക്കിൽ തന്നെ അദ്ദേഹം മാറി. ആം 1912, അതായത് 1912 എന്ത് ചെയ്തു? മീലാദിയ. വസ്തഖറ ഫീഹ, അവിടെ അദ്ദേഹം സ്ഥിരതാമസമാക്കി. വകാന വളഉഹുൽ മാദി അൻദാക, അക്കാലത്ത് അദ്ദേഹത്തിന്റെ ഭൗതികപരമായ സാഹചര്യം സ്വഅബൻ ബിസബബി ളുറൂഫിഹി അൽ ആയിലിയ, അദ്ദേഹത്തിന്റെ കുടുംബപരമായ സാഹചര്യം കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭൗതികപരമായ സാഹചര്യം എന്ന് പറഞ്ഞത്. വഖില്ലത്തി റവാജിൽ കുതുബില്ലത്തി അല്ലഫഹ ബിൽ ലുഅത്തിൽ അറബിയ, അതുപോലെ തന്നെ അദ്ദേഹം അറബി ഭാഷയിൽ രചിച്ച പുസ്തകങ്ങൾക്ക് ഒരു പോപ്പുലാരിറ്റി ഉണ്ടായില്ല, ഒരു പോപ്പുലാരിറ്റിയുടെ കുറവ് വന്നു. വലാകിൻ ബഅദ തഅസീസി റാബിത്തത്തിൽ ഖലമിയ, അങ്ങനെ പക്ഷേ റാബിത്തത്തുൽ കലമിയ അത് സ്ഥാപിച്ച ശേഷം 1920, അതായത് 1920 മീലാദിയിലാണ് റാബിത്തത്തുൽ കലമിയ സ്ഥാപിക്കുന്നത്. അതിന്റെ ശേഷം ഇൻസറഫ ഇലാ തഅലീഫ് ബിൽ ലുഅത്തിൽ ഇൻജിലീസിയ, അദ്ദേഹം ഇൻജിലീസ് ഭാഷയിലേക്കുള്ള രചനയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. വഹഖഖ നജാഹൻ ബാഹിറൻ, വളരെ പ്രശോഭിതമായ വിജയം അദ്ദേഹം യാഥാർത്ഥ്യമാക്കി, സാക്ഷാത്കരിച്ചു ആ ഇംഗ്ലീഷിൽ. അസ്ദറ സമാനിയത്ത കുത്തുബിൻ, അങ്ങനെ അദ്ദേഹം 8 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഫി ഉലൂനി സമാനിയത്ത അവാമിൻ, 8 കൊല്ലങ്ങളിലൂടെ ആയിട്ട്. ദുറത്ത് അലൈഹി അർബാഹൻ ത്വഇല, വളരെ നീണ്ട ഒരു ലാഭങ്ങൾ അദ്ദേഹത്തിന്റെ
മേൽ മണിമുത്തുകളായി പൊഴിഞ്ഞു വീണു. ഓക്കെ. അദ്ദേഹം വളരെ ആഡംബരമായി അങ്ങനെ ലാഭം കൊണ്ട് എന്ത് ചെയ്തു, വളരെ ആഡംബരമായി എന്ത് ചെയ്തു, ജീവിച്ചു. ഇല അൻ വാഫതഹു അൽ മനിയ, അദ്ദേഹത്തിന്റെ മരണം പിടിവിടുന്നത് ഫിൽ ആഷിർ, 10ാമത്തെ ദിവസം, മിൻ ഷഹരി, ഏപ്രിൽ 10ാം തീയതി, ആം അൽഫിൻ വ തിസ്അമിഅ വാഹിദിൻ വ സലാസീൻ, അതായത് 1931 അദ്ദേഹത്തിന് 31 അദ്ദേഹം മരണപ്പെടുന്നത്. അൻ അംരിഹി യുനാഹിസു, അദ്ദേഹത്തിന്റെ അന്നത്തെ വയസ്സ് പിടിച്ചതാണ്. 48 വയസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക. മരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് 48 വയസ്സാണ്. ബിസബബി മർലിസുൽ, അദ്ദേഹം മരിച്ചത് എന്തുകൊണ്ട് തന്നെയാണ്? ഈ ഒരു ക്ഷയരോഗം കൊണ്ട് തന്നെ. തലയുഫുൽ കബ്ദ്, അതുപോലെ തന്നെ കരൾ വീക്കം കൊണ്ടും ഒക്കെയാണ്. വഫി ആം ദാത്തിഹി, ആ ഒരു വർഷത്തിൽ തന്നെ നുക്കില ഇലാ ജുസ്മാനിഹി, നുക്കില ജുസ്മാനുഹു, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ബോഡി എന്ത് ചെയ്തു, മാറ്റപ്പെട്ടു. ഇലാ ലുബ്നാൻ, ലുബ്നാനിലേക്ക്. വദുഫിന ഫി ബൽദതിഹി, അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തെ മറമാടി. ബുഷ്റ അദ്ദേഹത്തിന്റെ നാട്. ഹസ്ബ വസിയത്തിഹി, അദ്ദേഹത്തിന്റെ വസിയത്ത് പ്രകാരം എന്ത് ചെയ്തു, ഉപദേശപ്രകാരം. ഇനി അദ്ദേഹത്തിന്റെ ഒരു റാബിത്ത അൽ ഖലമിയ വ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ എന്നുള്ള ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.